ജോയിൻ ചെയ്തേ ഉള്ളാലും. ഓക്കെ ഓക്കെ. നമുക്ക് ആ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? VM V0 = Vm/2π × 1 + cos alpha. Vm/2π × 1 + cos alpha. അതിന്റെ മാക്സിമം വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? Vm/π എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുക ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചിരിക്കുക. ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഔട്ട്പുട്ട് കറണ്ട് IO എങ്ങനെ കണ്ടുപിടിക്കാം? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ്. ഇപ്പൊ ലോഡ് എത്രയാണോ അത്. ഇപ്പൊ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഔട്ട്പുട്ട് കറണ്ട് IO = VO/R. VO/R. റെസിസ്റ്റൻസ് തരാനാണ് ചാൻസ് ഉള്ളത്. കാരണം ഇമ്പിഡൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പാടായിരിക്കും. ഓൾറെഡി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ വന്നല്ലോ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതും? Vm/2πR × 1 + Vm/2π × 1 + cos alpha. അതാണ് V0 ഇക്വേഷൻ. അത് ടോട്ടലി ഡിവൈഡ് ബൈ R ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IO കിട്ടും. ഔട്ട്പുട്ട് കറണ്ട് IO കിട്ടും. അപ്പൊ ഇക്വേഷൻ Vm/2π × R ഹോൾ അത് മുഴുവനും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 + cos alpha കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ താഴെയായിട്ട് എഴുതുക. സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ. നമ്മൾ ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ ഹാഫ് കൺവേർട്ടർ ആണ് പറയുന്നത്. ഫുൾ കൺവേർട്ടർ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഇതേ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ മാറാം? ഇങ്ങനെ മാറ്റം വരും. അന്നേരം നമ്മൾ സെയിം ഇത് ഡെറിവേഷൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Vm sin ω dωt നമ്മൾ 1/2π ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫുള്ളി കൺട്രോൾഡ് ഹാഫ് കൺട്രോളിൽ നിന്ന് ഫുൾ കൺട്രോളിലേക്ക് വരുമ്പം വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് 2Vm/π × cos alpha എന്ന് വരും. 2Vm/π × cos alpha. നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഫുൾ വേവ് കൺട്രോൾഡ് റെക്ടിഫയർ ആണെങ്കിൽ അതിപ്പോ മിഡ് പോയിന്റ് അതായത് സെന്റർ ടാപ്പിംഗ് ഉള്ളതാണെങ്കിലും ബ്രിഡ്ജിൽ സർക്യൂട്ട് ആണെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഫുൾ വേവ് കൺട്രോൾഡ് റെക്ടിഫയർ ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2Vm/π cos alpha. 2Vm/π cos alpha. അപ്പൊ ഇത് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ ഒരു താഴെ ഒരു റെസിസ്റ്റർ R കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടും. ഇനി ഞാൻ ഇതിനകത്ത് എഴുതാൻ വിട്ടുപോയ ഉണ്ടെന്ന് ഓർത്താണ്. പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ എഴുതാൻ മറന്നുപോയതാണ്. ആ പോയിന്റ് കൂടെ എഴുതുക. സെമി കൺവേർട്ടർ, സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ. സെമി കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സെമി കണ്ടക്ടർ പകുതി തൈറസ്റ്ററും പകുതി ഡയോഡും അല്ലേ? നമ്മുടെ ആ ലെഗിനകത്ത് പകുതി തൈറസ്റ്ററും പകുതി ഡയോഡും വരുന്ന രീതിയിലുള്ള ഡിവൈസ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്യാം. സിംഗിൾ ഫേസ് സെമി കൺവേർട്ടേഴ്സ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ V0 = Vm/π × 1 + cos alpha. Vm/π × 1 + cos alpha. ഇതിന്റെ ലാസ്റ്റ് ടൈപ്പ് 3 ഫേസ് ആണെങ്കിലുള്ള ഇക്വേഷൻ ആണ് 3 × VML. VML എന്ന് പറഞ്ഞാൽ ലൈനിലുള്ള മാക്സിമം വോൾട്ടേജ് എന്ന് കാണിക്കാനാണ് കേട്ടോ. VML 3 VML/2π × cos alpha. 3 VML/2π × cos alpha. 3 ഫേസിന്റെ കേസിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്ന ആദ്യത്തെ 2 കേസാണ്. 3 ഫേസ് ഒന്നും ഇതുവരെ ചോദിച്ചു ഞാൻ കണ്ടിട്ടേ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ 2008 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരിടത്തിനകത്ത് 3 ഫേസ് ചോദിച്ചു കണ്ടില്ല. 2008 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതിനടുത്ത് നോക്കിയായിരുന്നു. പവർ ഇലക്ട്രോണിക്സിന്റെ സെക്ഷൻ മാത്രം സോൾവ് ചെയ്ത് നോക്കിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്തൊന്നും കണ്ടില്ല. സാധാരണ ചോദിക്കുന്നത് സിംഗിൾ ഫേസ് ഹാഫും സിംഗിൾ ഫേസ് ഫുള്ളും ആണ് ചോദിക്കുന്നത്. അപ്പൊ ആ 2 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. Vm/2π 1 + cos alpha, 2 Vm/π cos alpha. ആ 2 ഇക്വേഷൻ ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബോക്സിനകത്താക്കി ഇടുക. അത് നോക്കാതെ പോയേക്കരുത്. അതിനകത്ത് ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തെ ഒരു 1-2 പ്രോബ്ലം ചെയ്യാൻ സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിസ്, അതിൽ ഓരോന്നിലും എത്ര SCR വെച്ചിട്ടാണെന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലെവലെല്ലാം തോന്നുന്നു. അതിനകത്ത് മീൻസ് എത്ര SCR ആണോ? സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺവെർട്ടറിൽ എത്ര SCR ഉണ്ട്? 3 ഫേസ് കൺവെർട്ടറിൽ എത്ര SCR യൂസ് ചെയ്യുന്നുണ്ട്? സിംഗിൾ ഫേസ് ഹാഫ് വേവ് ആണെങ്കിൽ ഒരു SCR അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അതങ്ങനെ നിങ്ങൾക്ക് അതങ്ങനെ പറഞ്ഞു തരണമായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ അത് അറിയായിരിക്കും എന്നോർത്ത് സ്കിപ്പ് ചെയ്ത് പോയതാണ്.
ഹാഫ് അല്ല വേവ് അപ്പൊ ആണെങ്കിൽ 3 ഫേസിൽ എത്ര ഹാഫ് വേവ് അത് മനസ്സിലായി. ഹാഫ് വേവിൽ 1, ഫുൾ വേവിലാണെങ്കിൽ സെന്റർ ടാപ്പ് 2, ബ്രിഡ്ജിൽ 4 അങ്ങനെ എടുക്കാം അല്ലെ? മറ്റേതാണെങ്കിൽ 3 ഫേസ് ആകുമ്പോൾ നമ്മൾ 6 ലെഗുകളിലും വെക്കും. മീൻസ് അത് നമുക്കത് അതിനകത്ത് 3 ഫേസ് ഹാഫ് വേവ് ആണെങ്കിൽ 3 എണ്ണം, ഫുൾ വേവ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ 6 എണ്ണം വരും. പെയർ ആയിട്ടാണല്ലോ അത് ഓൺ ആക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും സ്പീഡ് പറയാൻ കിട്ടത്തില്ല. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയായിരിക്കും എന്നോർത്ത് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അതങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ അത് ഡിപ്ലോമ ലെവൽ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഒരു ഐഡിയ ഇല്ല മിസ്സേ, അതുകൊണ്ടാ 3 ഫേസ് ഒരു ഐഡിയ ഇല്ലാത്തോണ്ടാ. ഓക്കെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാനത് അത്രയും നിങ്ങളിൽ നിന്ന് എന്റെ എക്സ്പെക്ടേഷൻ തെറ്റിപ്പോയതുകൊണ്ട് സോറി. അപ്പൊ ഏതായാലും നമുക്കിപ്പോ ഈ പ്രോബ്ലം ചെയ്യാം. ഞാനതിപ്പോ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എടുത്തിട്ട് അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും. If the supply voltage to a 3-phase full wave controlled rectifier is 100 volt. What is the maximum average output voltage possible? Maximum average output voltage possible. അപ്പൊ 3 ഫേസ് ആണ് V0 കണ്ടുപിടിക്കുക. നമ്മൾ എപ്പോഴും V0 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന എന്ത് വാല്യൂ ആയിരിക്കും? നോർമലി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് RMS വാല്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ RMS നിന്ന് മാക്സിമം എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? RMS എങ്ങനെ മാക്സിമം ആക്കാൻ പറ്റും? ഇൻറ്റു √2 ചെയ്യും. ചെയ്തു നോക്കിക്കുക. നമുക്ക് ആൻസറിനകത്ത് എല്ലാ സെക്ഷനും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 3 ഇൻറ്റു VML എത്രയാണ്? 100 വോൾട്ട് ആണ്. മാക്സിമം കണ്ടീഷൻ വരണമെങ്കിൽ കോസ് ആൽഫ എത്രയായിരിക്കണം? കോസ് ആൽഫ എത്രയായാലും മാക്സിമം വരിക 1 ആണ്. അപ്പൊ അത് മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോസ് ആൽഫയുടെ വാല്യൂ തരാത്തത്. 1 ആയിരിക്കും. ബൈ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബൈ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് V ആവറേജ് കിട്ടും. കിട്ടിയോ? ചെയ്യണം. ഓക്കെ. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ആൻസർ കിട്ടൂലേ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കോസ് ആൽഫയുടെ വാല്യൂ ചിലപ്പോൾ മാക്സിമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോസ് ആൽഫ കിട്ടിയില്ല അങ്ങനെ ആലോചിക്കരുത്. കോസ് ആൽഫ മാക്സിമം ആവുന്നത് 1 ആണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവർ ആ രീതിയിലായിരിക്കും അതിനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുക. പെട്ടെന്ന് നമുക്ക് എങ്ങനെ മാക്സിമം നമുക്ക് തെറ്റിച്ച് കളയാം എന്നുള്ളതാണല്ലോ PC-യുടെ ഇത്. അത് നമ്മൾ ധൃതി വെച്ച് എഴുതി തെറ്റിച്ച് കളയാനല്ലാതെ നോക്കുക. അപ്പൊ അവരെ അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് കണ്ടുപിടിച്ച് ചെയ്താലേ
ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ നമ്മൾ ചിലപ്പോൾ നമ്മൾ തെറ്റാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ക്വസ്റ്റ്യൻ തിരിച്ചിറങ്ങി വരുമ്പോൾ പറയാം ഫ്രണ്ട്സ് ഒക്കെ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നോക്കും ഡാറ്റ ഇല്ല അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ അവരത് വേറെ രീതിയിലായിരിക്കും തന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, മിസ്സേ ഇതില് ഫയറിംഗ് ആംഗിളിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ടല്ലോ. ഫയറിംഗ് ആംഗിൾ വെച്ചിട്ട് ഫയറിംഗ് ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ പവർ ഫാക്ടർ എത്ര എന്നൊക്കെ ചോദിച്ചിട്ട് അതെങ്ങനെയാ ചെയ്യാ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ. വായിച്ചു. When the firing angle alpha of a single phase fully controlled rectifier feeding constant DC current into a load is 30 degree. The displacement power factor to the rectifier is option 1.5, 1 by root 3, root 3 by 2. ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഫയറിംഗ് 30 ഡിഗ്രി. അതായത് ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ സിലബസിനകത്ത് പറയാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അങ്ങനെ തന്നെ സാധാ പവർ ഫാക്ടർ അല്ലാതെ ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കാനുണ്ട്. TST ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ. അപ്പൊ നമുക്ക് അത് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്നിട്ട് നമുക്ക് അത് കൂടെ വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ അപ്പൊ നിങ്ങള് കൂടുതൽ പഠിപ്പിക്കണ്ടല്ലോ, അത്രയും ആവശ്യം. ഞാൻ ഇന്നിപ്പോ നോട്ട് ഉണ്ടാക്കിയപ്പോ ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ ആ പാരാമീറ്ററുകൾ പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടി വരില്ലായിരിക്കും. എനിവേ നമുക്ക് മറ്റേ കൺവേർട്ടറുകൾ എടുത്തു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു സെക്ഷൻ വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് പവർ ഫാക്ടർ നോക്കാം കേട്ടോ. ഇപ്പൊ അല്ലാതെ ഫയറിംഗ് ആംഗിൾ തന്നിട്ട് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറയുന്നുണ്ട്. അപ്പൊ ആൽഫയ്ക്ക് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും അല്ലേ? ചെയ്താൽ മതി. അത് കൂടെ ഞാൻ അത് കൂടെ ആക്ച്വലി പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് അത് കാണുന്നില്ല. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഈ 1+ cos alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചത് കാണാതെ പോയി. ഞാനിപ്പോ അത് കൂടെ 1-2 ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫയറിംഗ് ആംഗിൾ 60 ഡിഗ്രി ആണ്. സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് റെസിസ്റ്റീവ് ലോഡ് സപ്ലൈഡ് ഫ്രം 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. ദി ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വുഡ് ബി. അതിപ്പോ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് കാണാം അല്ലെ? ഈ സെയിം ഇക്വേഷൻ വെച്ച് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. ക്വസ്റ്റ്യന് For a firing angle of 60 degree. നോട്ട് ചെയ്യോ? നമുക്ക് ചെയ്യാമേ. മോള് വായിച്ചോ. For a firing angle of 60 degree in respect of a single phase half wave controlled rectifier. Single phase half wave controlled rectifier with resistive load supplied from 230 volt 50 hertz supply. The average output voltage would be. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യും. ഹാഫ് വേവ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ Vm/2π × 1+ cos alpha അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഈ 230 വോൾട്ട് എന്ന് പറയുന്ന VM ആണോ മിസ്സേ? 230 വോൾട്ട് എന്ന് പറയുന്നത് അതിന്റെ RMS വാല്യൂ ആണ്. VM-ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെപ്പോഴും തരുന്ന RMS വാല്യൂ ആയിരിക്കും. പിന്നെ ഇപ്പൊ ഫേസും ലൈനും ഉള്ള കേസ് ആണെങ്കിൽ തരുന്നത് ലൈൻ വോൾട്ടേജ് ആയിരിക്കും. അത് കോമൺ. RMS വാല്യൂ അല്ലേ തന്നത്? അതെ, അതുകൊണ്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ നമുക്ക് എപ്പോഴും തരുന്ന RMS വാല്യൂ ആണ്. അപ്പൊ നമ്മൾ അത് അറിയാമെങ്കിൽ അത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത്. കിട്ടിയോ? ആൻസർ കിട്ടിയോ?
ഹലോ, ആൻസർ കിട്ടിയോ? നിങ്ങൾ പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോഴേ പറയൂ എത്രയാണ് ആൻസർ? 145/√2π എന്നാ കിട്ടിയിട്ടുള്ളത്. അത് സോൾവ് ചെയ്യണം മിസ്. 145/√2 π. ഓക്കെ. ഇപ്പൊ നിങ്ങൾ 77.5 ആണ് ആൻസർ. അത് ഓക്കെ ചെയ്താ ഓക്കെ. കിട്ടും. കാൽക്കുലേറ്റർ അല്ലേ ചെയ്തേ? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ കിട്ടുക. ഓക്കെ 77.5. അതിൽ അത് കാൽക്കുലേറ്റർ ചെയ്തതിന് ഒന്നും ആയിട്ടല്ല. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല. അപ്പൊ അല്ല നിങ്ങള് മിസ്സേ, ഇതില് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കില്ലേ മിക്കവാറും തരാ ഈ PSC ആവുമ്പോ? സോൾവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും. അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് റെഡി ആയിട്ട് പോകും. അതായത് 1/√2, 1/√3, √3, ഇതിന്റെ എല്ലാം വാല്യൂസ് കാണാതെ പഠിക്കുക. അത് നമുക്ക് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് മനസ്സിലായോ? അതൊക്കെയാണല്ലോ നമുക്ക് നോർമലി വരിക. അപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ എത്രയാ? 1.44, 0.77, 1/√2 ആണെങ്കിൽ 1.44, √2 ആണെങ്കിൽ 0.77. അങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അതെല്ലാം പഠിക്കുക. √3 ആണെങ്കിൽ എത്രയാണ്, 1/√3 ആണെങ്കിൽ എത്രയാണ്, അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന. അതുപോലെ തന്നെ നമുക്കിപ്പം 230 ഒക്കെ സ്ക്വയർ എടുക്കേണ്ടി വരും. ഇപ്പൊ 23 സ്ക്വയർ അത് എത്രയാണ്, അങ്ങനെ ഒരു കുറച്ച് വാല്യൂസ് നോക്കുക. അതുപോലെ തന്നെ പവർ ഫാക്ടർ ഒക്കെ ഉള്ളത്, cos 5 വാല്യൂ, cos 5 30, cos 5 60, അങ്ങനെയുള്ള വാല്യൂസും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിക്കാമെങ്കിൽ കൂടുതൽ ബെറ്റർ ആണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഇനിയിപ്പോ നിങ്ങൾക്ക് അധികം സമയമില്ലല്ലോ. അല്ലെങ്കിൽ എന്നാ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഈ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിനകത്ത് ഇക്വേഷൻ എഴുതി പിന്നെ അത് സോൾവ് ചെയ്ത് അതിനകത്ത് മാത്സ് നമുക്ക് വീക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാണ്ടായി പോകും. പിന്നെ അത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാവില്ല. പിന്നെ ഒരു റേഞ്ച് അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റും കുറച്ച്. ഓക്കെ മിസ്, ഈ V0 എന്ന് പറയുന്ന ആവറേജ് വാല്യൂ ആണോ? V0 നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന ആവറേജ് വാല്യൂ ആയിട്ടാണോ? ആവറേജ് വാല്യൂ ആണ്. റെക്ടിഫയർ സർക്യൂട്ടുകളിലല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺവേർട്ടർ സർക്യൂട്ടിൽ നമ്മൾ V0 എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും അല്ലാത്ത വാല്യൂ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആവറേജ് വാല്യൂ ആണ് എടുക്കുക എപ്പോഴും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുന്നോണ്ടല്ലേ അതെ, അത് നോർമൽ ടൈം ഡ്യൂറേഷൻ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. ആദ്യമേ തന്നെ 1/2π ഇന്റഗ്രൽ 0 to t. ആ t എത്രയാണോ, പൈ ആണെങ്കിൽ പൈ, 2π ആണെങ്കിൽ പൈ, അങ്ങനെ എടുത്താണല്ലോ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ആവറേജ് കണ്ടുപിടിക്കാൻ പോകണ്ട. ഓക്കെ മനു, ക്ലിയർ ആയില്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. കുഴപ്പമില്ലല്ലോ അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നതിന്. ഹലോ, നിങ്ങളുടെ സമയം കൂടിപ്പോയെന്നുണ്ടോ? Find the firing angle delay. Find the firing angle delay for a single phase full converter. Find the firing angle delay for a single phase full converter bridge connected to RLE load. Bridge connected to RLE load. Find the firing angle delay for a single phase full converter bridge connected to RLE load. For E is equal to 120 volt, capital E is equal to 120 volt, R is equal to 0.4 ohm, R is equal to 0.4 ohm, and L is equal to 2 millihenry, and L is equal to 2 millihenry. L is equal to 2 millihenry. And average load current is equal to 10 ampere. And average load current is equal to 10 ampere. ഓക്കെ, ഇതും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും 2017 നടന്ന ഇലക്ട്രോണിക്സുകാർക്ക് നടന്ന എക്സാമിനകത്ത്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലുകാരുടെ തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആയിരുന്നു പോസ്റ്റിന്റെ പേരുന്നേ ഉള്ളൂ. ഇലക്ട്രിക്കലുകാർക്കാണ് അപ്ലൈ ആവുള്ളൂ. പവർട്രോണിക്സിന്റെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഫയറിംഗ് ആംഗിൾ ഡിലേ. ആൽഫ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന ഫയറിംഗ് ആംഗിൾ എത്രയാണോ അത് കണ്ടുപിടിക്കാനാണ്.
സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ആണ്. സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ എന്ന് പറയുന്നത് ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം നമുക്ക്? ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഏത് എടുക്കണം? V0 is equal to 2Vm cos alpha by pi. ആ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഫോർ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ RLE ലോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. E എന്ന് പറയുന്നത് 120 ആണ്, 6.4 ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 മില്ലി ഹെൻറി. പിന്നെ അതിലൂടെ പോകുന്ന കറണ്ട് 10 ആംപിയർ. അപ്പൊ ഇതിനകത്ത് ചില ക്വാണ്ടിറ്റീസ് ഒന്നും നമുക്ക് ഒരു ആവശ്യവുമില്ല, നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഒരു RLE ലോഡ് ആവുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, V0 is equal to 2Vm cos alpha by pi എന്ന് എഴുതുന്ന ആ ഇക്വേഷനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ലോഡിന് അക്രോസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ലോഡിന് അക്രോസ് കൊടുക്കുമ്പം ലോഡിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് തന്നെയാണ് ഈ പറയുന്ന വോൾട്ടേജ് V0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം RLE ലോഡ് ആകുമ്പോൾ അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ കൂടി ടോട്ടൽ ആയിരിക്കും വരുന്നത് ഈ പറയുന്ന ഇയുടെ വാല്യൂ കാണും, പിന്നെ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് കാണും. ഇൻഡക്ടർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യും? ട്രാൻസിയന്റ് കണ്ടീഷനിൽ അവനൊരു വെയിറ്റേജ് ഉണ്ട്. കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴോ ഇൻഡക്ടർ എങ്ങനെ ആക്ട് ചെയ്യാം? ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും. അപ്പൊ ഇൻഡക്ടറിന്റെ ഇഫക്റ്റ് നമ്മൾ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ട്രാൻസിയൻസിൽ മാത്രമാണ് ഇൻഡക്ടർ ഒരു സർക്യൂട്ടിലുള്ള ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുക. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നെറ്റ്വർക്ക് തിയറിയുടെ ഐഡിയ ഉണ്ടായിരിക്കണം, പവർ ഇലക്ട്രോണിക്സിന്റെ ഐഡിയ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കാം. നമുക്ക് അത് ചെയ്തു പോകാം. അപ്പൊ ആദ്യം എഴുതിക്കേ. E is equal to 120 വോൾട്ട് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതിയെടുക്കുക. E is equal to 120 വോൾട്ട്, R is equal to 0.4 ohm and load current I is equal to 10 ampere. Next line എഴുതുക. The output voltage VO is equal to E plus IR plus VL. V ഇട്ടിട്ട് സഫിക്സ് ആയിട്ട് എല്ലാം എഴുതുക. VL. E plus IR plus VL. ഓക്കെ. എന്നിട്ട് അതിന്റെ സൈഡിൽ ഒരു ബ്രാക്കറ്റിൽ എഴുതുക RLE ലോഡ്. RLE ലോഡ് ആയതുകൊണ്ടാണ്. ഈ RLE ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോട്ടറും എല്ലാ ഡിവൈസസും അങ്ങനെയുള്ള സാധനം എല്ലാം RLE ലോഡാണ് കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ RLE ലോഡ് തന്നെയാണ്. എന്താണ് ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടറിന്റെ ഒരു വൈൻഡിങ് ആണ്. ഒരു SCR ഒക്കെ വെച്ചിട്ട് നമ്മൾ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈൻഡിങ്ങിന്റെ ആ വൈൻഡിങ്ങിലേക്ക് പോകുന്ന സപ്ലൈ ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഓരോ വൈൻഡിങ്ങിനും കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനകത്ത് ഇൻഡക്റ്റൻസിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ട്. എന്താണ് ആ മെറ്റീരിയൽ, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടി, അതായത് റിട്ടൻറ്റിവിറ്റി കൊണ്ട് നമ്മൾ അതിനെ ഇലക്ട്രോമാഗ്നറ്റ് ആക്കും അല്ലെ. എല്ലാ മെഷീൻസിനെ ഇലക്ട്രോമാഗ്നറ്റ് ആക്കും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റ് ആക്കി കഴിയുമ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റ് ആക്കുന്ന കറണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്ത് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. ആ റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കപ്പാസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. റീറ്റെയിൻ ചെയ്യുന്ന മാഗ്നറ്റിസം നമ്മൾ പറയുന്ന പേരാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം. റീറ്റെയിൻ ചെയ്യുന്ന റെസിഡ്യൂവൽ മാഗ്നറ്റിസം. അപ്പൊ റിട്ടൻറ്റിവിറ്റി കൊണ്ടും ഈ റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ടും എല്ലാ മെഷീൻ വൈൻഡിങ്ങിലും നമ്മൾ ഓൺ ആക്കുന്നതിന് മുന്നേ ഒരു കൊച്ചു വോൾട്ടേജ് ഉണ്ടാവും, ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് നമ്മൾ റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്. ഇപ്പൊ ഒരു എന്ന് പറഞ്ഞാൽ ഒരു 200 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് ഒക്കെ ഉള്ള മെഷീൻ ആണെങ്കിൽ പോലും അതൊരു 10 വോൾട്ടിന് താഴെ ഒരു വാല്യൂ കിട്ടുള്ളൂ. ഒരു 6 വോൾട്ടോ അല്ലെങ്കിൽ 4 വോൾട്ടോ 5 വോൾട്ടോ അങ്ങനെ ഒരു വാല്യൂ. നിങ്ങളൊക്കെ ലാബിൽ OCC ഒക്കെ വരച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം. OCC ഓപ്പൺ സർക്യൂട്ട് ക്യാരാന്ന് പറഞ്ഞുകൊണ്ട് മെഷീൻസിന്റെ ലാബ് ചെയ്യുമ്പോൾ OCC ഒരിക്കലും 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. ഈ പറയുന്ന റെസിഡ്യൂവൽ മാഗ്നറ്റിസം വോൾട്ടേജ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വോൾട്ടേജ് എല്ലാ വൈൻഡിങ്ങിലും ഉണ്ട്. അപ്പൊ ആ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഈ വോൾട്ടേജും കൂടെ കൂടുന്ന ഇഫക്റ്റിനെ ആദ്യമേ തന്നെ നമുക്ക് അങ്ങനെ വൈൻഡിങ്ങിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റിന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ RLE ലോഡ്, R ലോഡ്, L ലോഡ്, RL ലോഡ്, RLE ലോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കലി വരുമ്പം RLE ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു DC മെഷീന്റെ ഒരു വൈൻഡിങ് RLE ലോഡിന് തുല്യമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, RLE ലോഡ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മോട്ടറിലേക്ക് കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോ ചെയ്യുന്ന പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ലൈനിൽ എഴുതുക.
ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ പ്ലസ് വി എൽ എന്ന് എഴുതിയല്ലോ അല്ലെ. ബ്രാക്കറ്റിൽ ആർ എൽ ലോഡ് എന്ന് നിങ്ങൾ എഴുതി. ഹിയർ വി എൽ ഇസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് വി എൽ 0 ആയത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയിരിക്കാം. ഹിയർ വി എൽ ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് അതിന്റെ സൈഡിൽ എഴുതി വെക്കുക, ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ വി എൽ ഇസ് ഈക്വൽ ടു 0. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ. 2 കണ്ടീഷൻ ആണുള്ളത്. നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. ട്രാൻസിയന്റ് കണ്ടീഷൻ, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. നെറ്റ്വർക്കിലും പഠിക്കുന്നുണ്ട്. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാകുന്ന കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ലാതിരിക്കുന്ന കണ്ടീഷൻസ്. നിങ്ങളുടെ സിലബസിൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടോ? ഹലോ, സിലബസിൽ ഇതിലില്ല. ഇതിലില്ല. ഓക്കെ. പക്ഷെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ. കാരണം ലെക്ചർ ഇലക്ട്രിക്കൽ പോളിക്ക് കൺട്രോൾ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ലാസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെ എന്താണ് വേറെ പോർഷൻസ് റിലവന്റ് ആയിട്ടുള്ളത് ചോദിക്കാമെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൺട്രോൾ സിസ്റ്റം വേണമെങ്കിൽ ഇടാൻ പാടില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. സിലബസിൽ ഇല്ലെങ്കിൽ പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്താണ് അത് കുറച്ച് വെയിറ്റേജ് കൊടുത്ത് പഠിച്ചാൽ മതി. അത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ V0 കണ്ടുപിടിച്ചേ. ഈ ഇക്വേഷനകത്ത് നിന്ന് നമ്മളിപ്പോ എഴുതിയ V0 ഇസിക്കൽ ഇ പ്ലസ് ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നിന്ന് V0 കണ്ടുപിടിച്ചേ. ഇയുടെ വാല്യൂ 120, ഐയുടെ വാല്യൂ എത്രയാണ്? 10, 6.4. എത്ര കിട്ടി V0? 124. അപ്പൊ അതാണ് നമുക്ക് ഈ ലോഡിന് അക്രോസ് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഇത് എവിടുന്ന കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ലോഡിലേക്ക് വോൾട്ടേജ് ഒരു സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടറിൽ നിന്നാണ്. അപ്പൊ ആ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുക. The output equation of single phase full converter V0 is equal to output equation of single phase full converter V0 is equal to 2 Vm by pi into cos alpha. 2 Vm by pi into cos alpha. Okay. പിന്നെ അത് നമുക്ക് എന്തൊക്കെയാ അറിയാവുന്നത്? ഈ ഇക്വേഷനകത്ത് നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫയറിംഗ് ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ആൽഫ കണ്ടുപിടിക്കണം. V0 നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 124. Vmന്റെ വാല്യൂ 230 വോൾട്ട് എന്ന് സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം സിംഗിൾ ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എടുക്കുന്ന വോൾട്ടേജ് 230 ആണ്. അത് മാക്സിമം വാല്യൂ ആക്കാൻ, അത് RMS ആണ്, മാക്സിമം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈയുടെ വാല്യൂ നമുക്കറിയാം, കോസ് ആൽഫ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് കോസ് ആൽഫയുടെ ഇക്വേഷൻ കിട്ടും. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 124 ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 2 Vm അല്ലെ. 2 Vm എന്ന് പറയുന്നത് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 230. അതിന് ആൽഫ എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. ആൽഫ കിട്ടിയോ? കിട്ടിയോ ആൽഫയുടെ വാല്യൂ? ഹലോ, ആൽഫ 53.21 കിട്ടും. 53.21. ഹലോ മിസ്, ഇതിനകത്ത് ഈ ഫയറിംഗ് ആംഗിൾ പോലെ വേറൊരു ആംഗിൾ എന്തോ ഇല്ലായിരുന്നോ? ബീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നേ. ബീറ്റ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ആംഗിൾ. ബീറ്റയുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കില്ല. വേവ് ഫോമിനകത്ത് ഡിലേ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹലോ, ബീറ്റ എന്ന് പറയുന്നത് അതായത് നമ്മള് ഇൻഡക്റ്റീവ് ലോഡ് ആകുമ്പോൾ നമ്മൾ സർക്യൂട്ടിലെ ഇൻഡക്റ്റീവ് ലോഡ് ആകുമ്പോൾ എന്താണ്, കറണ്ട് കുറച്ച് ലാഗ് ചെയ്യും, നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ലാഗിങ് കൊണ്ട് എത്രത്തോളം ഡിലേ ആയി പോകും വേവ് ഫോമിന്, അതാണ് ബീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്.
അതിനകത്തെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്ന ആ വേവ് ഫോം എത്ര നേരം നിൽക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് ചോദിക്കുക. അത് നമുക്ക് നോക്കാം. ആ. ഇത് കിട്ടിയോ? 53 കിട്ടിയോ? 53.21. മിസ് ഇത് ഏത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാ? PSC-ലാ? ആ PSC ചോദിച്ച ക്വസ്റ്റ്യനാ. എന്റെ പഠിച്ചോനെ, ഇതിന്റെ വാല്യൂസ് ഒക്കെ കിട്ടാനേ. അപ്പൊ ഇതിനകത്ത് ഇത് പറയാം, നിങ്ങൾ പേര് എത്തട്ടെ എന്ന് ഓർത്തോണ്ടാണ്. ഇതിന് 53.21 ആണ് ആൻസർ. കിട്ടിയോ? ഈ പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പൊ ഇതിനകത്ത് നോക്കിയാലേ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യുമ്പോ കിട്ടും മിസ്സേ. അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ മിസ്സേ? കിട്ടുള്ളൂ. പക്ഷെ കാൽക്കുലേറ്റർ നമുക്ക് എക്സാമിന് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനായിട്ട് റെഡി ആയി പോണെന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷനകത്ത് നമുക്ക് കോസ് ആൽഫ കണ്ടുപിടിക്കാം. 124 × 5 / 2√2 × 230 വെച്ചിട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൈക്ക് 22/7 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3.14 ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ പാടാണ്. 22/7 ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ വെട്ടിപ്പോവും. അപ്പൊ കുറച്ച് എളുപ്പമുണ്ട്. അടുത്തത് പിന്നെ നമ്മൾ കോസ് ആൽഫയുടെ വാല്യൂസ് പഠിച്ചു വെക്കുക. കോസ് ആൽഫ വാല്യൂസ്, അതായത് ആൽഫ ഇത്രയാകുമ്പോൾ എത്ര വരും കോസ് ആൽഫ എന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ കോസ് ആൽഫയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് 45 ഡിഗ്രിയുടെ കോസ് 45-നും കോസ് 60-ക്കും ഇടയിലുള്ള വാല്യൂ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഓപ്ഷനകത്തുനിന്ന് കോസ് 45-നും കോസ് 60-ക്കും ഇടയിലുള്ള വാല്യൂ ഏതാണോ ഉള്ളത് ആ വാല്യൂ എടുത്ത് എഴുതേണ്ടി വരും. അല്ലാതെ അവിടെ നമുക്ക് ട്രിഗണോമെട്രി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കോസിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സൈനിന്റെയും കോസിന്റെയും ഒക്കെ ഒരു ടേബിൾ എഴുതി ഇങ്ങനെ സൈൻ 0, 30, 45, 60, 90 എന്നും പറഞ്ഞു. എന്നിട്ട് അതിന്റെ താഴെ കോസും അതുപോലെ എഴുതി പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒന്നും വന്നു കഴിയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ ഇല്ല എന്നുള്ളത് ഓർത്തോണ്ട് മാത്രം നിങ്ങൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും കാൽക്കുലേറ്റർ വെച്ച് ചെയ്യരുത്. കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ വേഗം ആൻസർ കിട്ടും. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഏതാണ് എളുപ്പമുള്ള മെത്തേഡ് അതങ്ങനെ ചെയ്യാൻ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് 100 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ പോലും 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സമയം കിട്ടില്ല. 75 മിനിറ്റും 100 ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ ഇപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻ തെറ്റിപ്പോ നമ്മൾ കറപ്പിക്കുമ്പോൾ. അപ്പൊ അതൊന്നും പോകാതെ ഈ പറയുന്നതൊക്കെ നമ്മൾ ചെയ്ത് ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റണം. എങ്കിലേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അതർ സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഏരിയയിലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ കാൽക്കുലേഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അത്ര സ്പീഡിൽ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ റേഞ്ച് ഒന്ന് നോക്കിയിരുന്നാലേ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് ചെയ്തെത്തും. പക്ഷെ എന്താണ് കോസ് ആൽഫ വരെ എത്തുള്ളൂ. പിന്നെ ആൽഫ കോസ് ഇൻവേഴ്സ് ആൽഫ കണ്ടുപിടിക്കാൻ നമ്മുടെ കാൽക്കുലേറ്റർ ഇല്ല. അന്നേരം നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റേഞ്ച് ഏതൊക്കെ റേഞ്ചാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നത് എന്ന് നോക്കിയിട്ട് തന്നെ പോവുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ √2, √3 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കുറച്ച് കാണാതെ നോക്കി പഠിച്ചിട്ട് തന്നെ പോവുക. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സമയം കിട്ടത്തില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് പൈയുടെ വാല്യൂ 22/7. മാത്സിനകത്ത് ട്രിഗ്നോമെട്രി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ അത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ മാത്സിനോട് കൂടിയ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. അതുകൊണ്ടാണ്. അപ്പൊ മാത്സിനകത്ത് പഠിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ അത് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്തെത്തത്തുള്ളൂ. ഓക്കെ, ബാക്കി സബ്ജക്റ്റ് ഒക്കെ തീരാറായോ നിങ്ങളുടെ? ഹലോ, മാത്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മിസ്സേ, വേറെ ഒന്നും ആയിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. കാരണം നമ്മളിപ്പോ സിലബസ് ഫുൾ കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് പോയിന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി PSCയുടെ സൈറ്റിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ആകും. പിന്നെ ഇപ്പൊ സിവിലിന്റെ എന്തോ ലെക്ചർ പോസ്റ്റിന്റെ എക്സാം ഉണ്ടായിരുന്നല്ലോ ഈ ദിവസങ്ങളിൽ എങ്ങാണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയോ? മിസ് അന്നത്തെ എന്തോ മാറ്റി വെച്ചെന്ന് ഇങ്ങനെ അജിത് സാറ് പറഞ്ഞു അവരുടെ എക്സാം. ഓ സിവിലിന്റെ എക്സാം മാറ്റി വെച്ചു. ഇലക്ഷൻ ആയതുകൊണ്ടാ? അല്ലെ നമുക്കൊരു